നമസ്കാരം. ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടുത്തെ ഒരു ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം കാലം പ്രധാനമന്ത്രിയായിരുന്നു. ബംഗ്ലാദേശ് സ്ഥാപക നേതാവായ ഷെയ്ഖ് മുജിബ് റഹ്മാൻ്റെ മകൾ കൂടിയാണ്. അപ്പോൾ നമ്മുടെ കാലം പുരോഗമിക്കും തോറും ഇത്തരം അല്ലെങ്കിൽ രാജഭരണകാലത്താണ് മറ്റൊരു രാജ്യത്തെ കീഴടക്കുകയും അവിടുത്തെ രാജാവിനെയൊക്കെ വധിക്കുകയും അങ്ങനെയുള്ള ക്രൂരതകൾ അരങ്ങേറി അടുത്ത ഭരണം പിടിച്ചെടുക്കുന്ന, അപ്പോൾ ആ ക്രമം സമൂഹ പുരോഗതിയോടുകൂടി അല്ലെങ്കിൽ ജനാധിപത്യം വന്നതോടുകൂടി അല്ലെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിൽ തന്നെ ഇപ്പോൾ തന്നെ രാജഭരണമുണ്ടെങ്കിലും ഇത്തരം അവസ്ഥ ഇല്ല. ഭാഗ്യവശാൽ ഹസീന ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇന്ത്യ ഒരിക്കലും അവരെ മരണത്തിന് വിട്ടുകൊടുക്കുകയില്ല. മാത്രമല്ല, ഇനി വേണമെങ്കിൽ അടുത്ത ഭരണാധികാരിയിലേക്ക് മാറ്റാൻ അടുത്തിട്ട് അവിടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനുള്ള ശ്രമം മാത്രമേ ഇന്ത്യ ചെയ്യുകയുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിശാലമായ രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ. അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. അപ്പോൾ വിശ്വചൈതന്യ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സനാതനധർമ്മം എന്ന് പറയുന്നത് ലോകത്തെ മുഴുവനും അംഗീകരിക്കുകയും അല്ലെങ്കിൽ ലോക ദൈവിക പ്രസ്ഥാനത്തിൻ്റെ തുടക്കം സനാതനധർമ്മം. അതിൽ നിന്നാണ് മറ്റു പല ധർമ്മങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പോൾ ഇത്തരം പ്രവണതകൾക്കെതിരെ ലോകത്തെ ഒന്നായി കാണുന്നതിനും ലോകത്തെ ഒന്നായി ചെയ്യുന്നതിനും ഐക്യരാഷ്ട്രസഭ വരെയുള്ള സംഘടനകളിൽ ഇടപെട്ട് ലോകത്തിന് ഒരു ക്രമം ഒക്കെ വേണ്ടതുണ്ട്. ഇത് നമ്മൾ ഓരോ കാലത്തും പുരോഗമിച്ച് വരികയാണ്. അപ്പോൾ അത്തരണത്തിൽ നമുക്കൊരു നല്ല ക്രമത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. മാത്രവുമല്ല, ലോക സനാതനധർമ്മ സമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.